Good morning, students. We will continue our discussion on Fraunhofer diffraction. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഡൈഫ്രാക്ഷൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഫ്രാൻഹോഫർ ഡൈഫ്രാക്ഷൻ ആൻഡ് ഫ്രണൽ ഡൈഫ്രാക്ഷൻ, അതെന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ഫ്രാൻഹോഫർ ഡൈഫ്രാക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഒരു സിംഗിൾ സ്ലിറ്റ് കൊണ്ടുണ്ടാവുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ അത് നമ്മൾ അനലൈസ് ചെയ്തു. അപ്പോൾ അതിൽ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്ത പാറ്റേൺ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തിയററ്റിക്കൽ ഡെറിവേഷൻ, ആ ഡിസ്ട്രിബ്യൂഷൻ, ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. I equal to I0 sin beta by beta whole square, അതിൻ്റെ സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റ ബൈ ബീറ്റ സ്ക്വയർ, ആ ഒരു ഫോം നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ അത് വെച്ചിട്ട് നമ്മൾ ഇൻറ്റൻസിറ്റി പ്ലോട്ട് ചെയ്തു. ഇൻറ്റൻസിറ്റി പ്ലോട്ട് ചെയ്തിട്ട് അതിന് മിനിമ പൊസിഷൻ എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽ ടു എം പൈ പ്ലസ് ഓർ മൈനസ് എം പൈ എന്നുള്ള പൊസിഷനിൽ നമുക്ക് ബീറ്റ ആ വാല്യൂ, ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 0 ആയിട്ട് കിട്ടും, മിനിമമായിട്ട് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ നമുക്കതിൻ്റെ മാക്സിമാസും മാക്സിമയുടെ പൊസിഷൻസും കണ്ടുപിടിച്ചു. അതുപോലെ മാക്സിമാസിൻ്റെ വാല്യൂസ്, അതായത് സെൻട്രൽ മാക്സിമയുടെ ഇൻറ്റൻസിറ്റി I0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് മാക്സിമ എന്ന് പറയുന്നത് around 4.72% ഓഫ് ദ സെൻട്രൽ മാക്സിമ, അത് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് മാക്സിമ എന്ന് പറയുന്നത് അറൌണ്ട് 1.68% ഓഫ് ദ സെൻട്രൽ മാക്സിമം. ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. സോ ബീറ്റ ഈക്വൽ ടു എം പൈ ആകുമ്പോഴാണ് മിനിമ വരുന്നത്. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് തീറ്റ, ഡൈഫ്രാക്ഷൻ ആംഗിളിന്റെ ടേമിലും നമ്മൾ കണ്ടുപിടിച്ചു. മിനിമം വരുന്ന പൊസിഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിലോ ലാംഡ ബൈ ബി വരാം, അല്ലെങ്കിൽ 2 ലാംഡ ബൈ ബി വരാം, 3 ലാംഡ ബൈ ബി വരാം, അല്ലെങ്കിൽ മൈനസ് ലാംഡ ബൈ ബി, അങ്ങനെ പോകും. വെർ ബി ഇസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്, ലാംഡ ഇസ് ദ വേവ് ലെങ്ത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ കണ്ടുപിടിച്ചു. സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ പാറ്റേൺ, അതിൻ്റെ മാക്സിമം മിനിമ എല്ലാം കണ്ടുപിടിച്ചു. നൗ വി വിൽ ജസ്റ്റ് ഗോ ഫോർ എൻ എക്സാമ്പിൾ പ്രോബ്ലം. ഓക്കെ, ഒരു പ്രോബ്ലം എക്സാമ്പിൾ ആയിട്ട് ചെയ്യാം, ബാക്കിയെല്ലാം ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരാം. അപ്പോൾ അതിൽ ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം തന്നിട്ടുണ്ട്. പ്രോബ്ലം ഇതാണ്: എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് നോർമലി ഓൺ എ നാരോ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് 0.2 millimeter. സോ ബേസിക്കലി ഒരു നാരോ ലെങ്ത് വളരെ കൂടിയിട്ടുള്ള ഒരു സ്ലിറ്റ്, അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 0.2 millimeter ആണ്. ഓക്കെ, then a Fraunhofer diffraction pattern is observed on the screen, which is placed at the focal plane of the convex lens, whose focal length is 20 centimeter. So basically നമ്മൾ Fraunhofer diffraction ചെയ്യുമ്പോൾ രണ്ട് ലെൻസ് യൂസ് ചെയ്യും. ഒന്ന് സോഴ്സിന്റെ ഫ്രണ്ടിലും, സോഴ്സ് വന്നിട്ട് അതിന്റെ ഫോക്കൽ പോയിന്റിൽ വയ്ക്കും. സോ ദാറ്റ് ആ സ്ലിറ്റിൽ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് എല്ലാം പാരലൽ ബീം ഓഫ് ലൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സ്ലിറ്റിന് ശേഷം നമ്മൾ ഒരു ലെൻസ് വയ്ക്കും. ആ ലെൻസിന്റെ ഫോക്കൽ പോയിന്റിലായിരിക്കും നമ്മൾ സ്ക്രീൻ വയ്ക്കുക. ബേസിക്കലി നമ്മൾ സോഴ്സിനെയും സ്ക്രീനിനെയും ഇൻഫിനിറ്റിയിലേക്ക് എടുക്കുകയാണ് ഈ രണ്ട് ലെൻസ് വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, ഓക്കെ, ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്, അതിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു മിനിമ, അത് ഫസ്റ്റ് മിനിമയും സെക്കൻഡ് മിനിമയും, ഫസ്റ്റ് ടു മിനിമ, അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓൺ ദ സ്ക്രീൻ. ആ സ്ക്രീനിൽ ഈ ഫസ്റ്റ് മിനിമയും സെക്കൻഡ് മിനിമയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അസ്യൂം ലാംഡ ഈക്വൽ ടു 5 × 10⁻⁵ സെന്റിമീറ്റർ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് ലൈറ്റിന്റെ, ആൻഡ് ദാറ്റ് ദ ലെൻസ് ഈസ് പ്ലേസ്ഡ് വെരി ക്ലോസ് ടു ദ സ്ലിറ്റ്. ആ സ്ലിറ്റും ലെൻസും വളരെ അടുത്താണ്. സോ ദ മീനിങ് ഈസ് ആ സ്ലിറ്റ് നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരവും ലെൻസ് നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരവും സെയിം ആണ്. ലെൻസ് നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം നമുക്കറിയാം, ദാറ്റ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്, കാരണം ഫോക്കൽ ലെങ്ത്തിലാണ് നമ്മൾ സ്ക്രീന് കൊണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പോൾ സ്ലിറ്റ് നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് തന്നെയായിരിക്കും. സോ ദാറ്റ് ഇസ് ദ മീനിങ്.
So you have to find out the positions of the two minima, the difference between that two minima. Okay, ഇതാണ് question. Okay, ഇനി ഇത് എങ്ങനെ ചെയ്യാം? ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഒരു സ്ലിറ്റ് ഉണ്ട്. ആ സ്ലിറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് അല്ലെങ്കിൽ എന്താണ് ചെയ്യുക വെച്ചാൽ പാറ്റേൺ ഉണ്ടാവുന്ന ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ സ്ക്രീൻ കൊണ്ടുവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലെൻസിനെ അവിടെ ലെൻസിൻ്റെ ഫോക്കസിൽ കൊണ്ടുപോയിട്ട് സ്ക്രീൻ കൊണ്ടുവയ്ക്കും. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റിയിലല്ല, ആ സ്ക്രീനിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, പാറ്റേൺ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെൻസ് വയ്ക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനവിടെ ആ ലെൻസിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം എഫ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ സെൻറ്ററിൽ നിന്ന് മേലേക്ക് പോകും തോറും അല്ലെങ്കിൽ താഴേക്ക് വരും തോറും എന്ത് സംഭവിക്കും? ഇൻറ്റൻസിറ്റി മാറി മാറി വരും. ആദ്യം മിനിമ വരും. ഫസ്റ്റ് മിനിമ വന്നിട്ട് അറ്റ് എ പൊസിഷൻ ഓഫ് ബീറ്റ ഈക്വൽ ടു പൈ എന്ന് പറയുന്നത് ഫസ്റ്റ് മിനിമ വരും. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡിഫ്രാക്ഷൻ ആംഗിൾ തീറ്റ, ഡിഫ്രാക്ഷൻ ആംഗിളിന്റെ ടേമിൽ പറയുകയാണെങ്കിൽ ലാംഡ ബൈ ബിയിലാണ് ഫസ്റ്റ് മിനിമ വരിക, വെർ ബി ഇസ് ദ വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്. ഇനി രണ്ടാമത്തെ മിനിമ വരിക എവിടെ വെച്ച് കഴിഞ്ഞാൽ 2 ലാംഡ ബൈ ബിയിലാണ് വരിക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് തീറ്റ. ദിസ് ഇസ് ദ ആംഗിൾ കറസ്പോണ്ടിങ് ടു ദ ഫസ്റ്റ് മിനിമ. ഈ തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് മിനിമയുടെ ആംഗിൾ ഓഫ് ഡൈഫ്രാക്ഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് മിനിമയുടെ എന്തായിരിക്കും വെച്ചാൽ ബേസിക്കലി ഇതിന്റെ ഇരട്ടിയായിരിക്കും. കാരണം ഇവിടെ നോക്കിയാൽ അറിയാം 2 ലാംഡ ബൈ ബി ആണ് തീറ്റ വരുന്നത്. അവിടെയാണ് സെക്കൻഡ് മിനിമ വരുന്നത്. ആൾമോസ്റ്റ് ചെറിയൊരു അപ്രോക്സിമേഷൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സ്ക്രീനിൽ ഫസ്റ്റ് മിനിമ പൊസിഷനിൽ നിന്ന് സെക്കൻഡ് മിനിമ പൊസിഷൻ വരെ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് എനിക്ക് ലാംഡ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. സോ ഐ ഫൗണ്ട് ഔട്ട് ലാംഡ ബൈ ബി. ഓക്കെ, ലാംഡ ബൈ ബി ഈക്വൽ ടു ലാംഡ പറയുന്നത് 5 × 10⁻⁵, ബി എന്ന് പറയുന്നത് 0.2 സെന്റിമീറ്റർ, 0.2 × 10⁻⁻1 സെന്റിമീറ്റർ. ഓക്കെ, സോ നമുക്ക് ലാംഡ ബൈ കിട്ടി 2.5 × 10⁻³ എന്ന് കിട്ടി ലാംഡ ബൈ ബി. ഓക്കെ, ഇനി ആ ഫിഗർ നോക്കിയാൽ അറിയാം തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. നമുക്കറിയാവുന്നതാണ് തീറ്റ എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ഓക്കെ, സോ ഫിഗർ നോക്കിയാൽ തീറ്റ ഈക്വൽ ടു x1. x1 എന്ന് പറയുന്നത് ആ ഫസ്റ്റ് മിനിമയുടെ പൊസിഷൻ, സെന്ററിൽ നിന്ന് ഫസ്റ്റ് മിനിമ വരെയുള്ള ദൂരത്തിന് ഞാൻ x1 എന്ന് മാർക്ക് ചെയ്തു. സോ x1 ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറയുന്നത് ഈ സ്ലിറ്റിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം തന്നെയായിരിക്കും. ദാറ്റ് വിൽ ബി ദ ഫോക്കൽ ലെങ്ത് f. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ x1 എന്നുള്ള ദൂരം, അതായത് സെന്ററിൽ നിന്ന് ഫസ്റ്റ് മിനിമയിലേക്കുള്ള ദൂരം, അതിനെയാണ് സ്ക്രീനിൽ x1 ഈക്വൽ ടു തീറ്റ ഇൻറ്റു എഫ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളെ തീറ്റ ഫസ്റ്റ് മിനിമയുടെ തീറ്റ എന്ന് പറയുന്നത് ലാംഡ ബൈ ബി ആണ്, നമുക്കറിയാം. സോ x1ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 2.5 × 10⁻³ അതാണ് തീറ്റ, ഇൻറ്റു ഫോക്കൽ ലെങ്ത് 20. ഓക്കെ, സോ ഫസ്റ്റ് മിനിമയുടെ പൊസിഷൻ കിട്ടി. x1 എന്ന് പറയുന്നത് 0.05 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ. അതുപോലെ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം സെക്കൻഡ് മിനിമയുടെ പൊസിഷൻ, x2ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് 0.1 സെന്റിമീറ്റർ ദൂരത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ x2 - x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.05 സെന്റിമീറ്റർ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു മിനിമ ഓഫ് ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓൺ ദ സ്ക്രീൻ. സ്ക്രീനിൽ എത്ര ദൂരം എന്നുള്ളതാണ് ചോദ്യം. So basically fine. Now we will go to the next topic. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് ഒരു സ്ലിറ്റ്, സിംഗിൾ സ്ലിറ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേൺ ആണ്. സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും, ലെങ്ത് വളരെ കൂടുതലായിരിക്കും, വിഡ്ത്ത് വളരെ കുറവായിരിക്കും. ഇപ്പം നേരത്തെ തന്ന പ്രോബ്ലത്തിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാ? 2 മില്ലിമീറ്ററോ 0.2 മില്ലിമീറ്റർ ആ റേഞ്ചിലൊക്കെയാണ് വിഡ്ത്ത് വരിക. ലെങ്ത് വന്നിട്ട് ആൾമോസ്റ്റ് കമ്പയർഡ് ടു 0.2 മില്ലിമീറ്റർ ഇൻഫിനിറ്റി എന്നൊക്കെ പറയാം, ഇൻഫിനിറ്റി ലെവലിലായിരിക്കും ലെങ്ത് വരിക.
ഓക്കെ, ഒരു ചെറിയൊരു ഓപ്പണിംഗ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് എ സ്ലിറ്റ്. ഇനി ഞാൻ അതിൻ്റെ ഷേപ്പ് മാറ്റി. നൗ ഐ എം ടേക്കിംഗ് എ സർക്കുലർ അപ്പർച്ചർ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു പിൻ ഹോൾ. ഓക്കെ, ദാറ്റ് ഇസ് എ സർക്കുലർ അപ്പർച്ചർ. ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ വരച്ച പോലെയാണ്. ഓക്കെ, അപ്പം അതിൽ ഫിഗർ നോക്കിയാൽ കാണാം, ആദ്യം ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെൻസിന്റെ ഫോക്കൽ പോയിന്റിലാണ് സോഴ്സ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഴ്സ് നിന്ന് ഏത് ഡയറക്ഷനിൽ ലൈറ്റ് വന്നാലും ഈ ലെൻസ് കടന്നു പോകുമ്പോൾ പാരലൽ ബീം ഓഫ് ലൈറ്റ് ആയിട്ട് മാറും. എല്ലാ ലൈറ്റ് റേസും ദാറ്റ് വിൽ ബിക്കം പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ നമുക്കൊരു പാരലൽ ബീം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ലെൻസ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ സോഴ്സിനെ ഇൻഫിനിറ്റിയിലേക്ക് എടുക്കുന്നു എന്നാണ് മീനിങ്. ഓക്കെ, ഫ്രാൻഹോഫർ ഡൈഫ്രാക്ഷൻ പറഞ്ഞത്. ഇനി ആ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈ സർക്കുലർ അപ്പർച്ചറിൽ ഇൻസിഡന്റ് ചെയ്യുന്നു, വന്നു വീഴും. ഓക്കെ, ദെൻ അവിടെ നിന്നാണ് നമുക്ക് ഡൈഫ്രാക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ സർക്കുലർ അപ്പർച്ചറിലെ എല്ലാ പോയിന്റുകളും സെക്കൻഡറി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അവിടുന്ന് ലൈറ്റ് എല്ലാം വന്നിട്ട് സ്ക്രീനിൽ ഇന്റർഫിയർ ചെയ്തിട്ടാണ് നമുക്ക് എല്ലാ എന്താ പറയുക ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സോഴ്സസ് എല്ലാം കൂടി എന്താ പറയുക സൂപ്പർ പൊസിഷൻ നടന്നിട്ടാണ് നമുക്ക് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത്. ഓക്കെ, സോ ബേസിക്കലി സ്ക്രീനും ഇൻഫിനിറ്റിയിലായിരിക്കണം. സ്ക്രീൻ ഇൻഫിനിറ്റിക്ക് ആക്കുന്നതിന് പകരമാണ് നമ്മളൊരു ഷോർട്ട് കട്ട് ചെയ്യുന്നത്, ഒരു ലെൻസ് കൊണ്ടുവയ്ക്കുക. ഓക്കെ, ആ ലെൻസിന്റെ ഫോക്കൽ പോയിന്റിലായിരിക്കും സ്ക്രീൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സർക്കുലർ അപ്പർച്ചർ ഉണ്ട്. സർക്കുലർ അപ്പർച്ചറിന് ശേഷം ഒരു ലെൻസ് ഉണ്ട്. ലെൻസിന്റെ ഫോക്കൽ പോയിന്റിൽ ഫോക്കൽ പ്ലെയിനിൽ നമ്മൾ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രീനിൽ നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. ഇന്റർഫറൻസ് അല്ല, ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ഓക്കെ, ഡൈഫ്രാക്ഷൻ പാറ്റേൺ ബേസിക്കലി നമുക്കറിയാം സർക്കുലർ അപ്പർച്ചർ സിമെട്രിക് ആയത് കാരണം ഓക്കെ അവിടെയും നമുക്ക് എന്താ കിട്ടുക, സർക്കുലർ ഷേപ്പിലുള്ള പാറ്റേൺസ് ആണ് കിട്ടുക. ഓക്കെ, ആ പാറ്റേൺസിനെ നമ്മൾ വിളിക്കും എയറി പാറ്റേൺ എന്ന് വിളിക്കും. എയറി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. ഓക്കെ, എയറി പാറ്റേൺ നമുക്ക് സ്ക്രീനിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിംഗിൾ സ്ലിറ്റിന്റെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. I ഈക്വൽ ടു I0 സൈൻ ബീറ്റ ബൈ ബീറ്റ ഹോൾ സ്ക്വയർ. ആ രീതിയിൽ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, പക്ഷേ നമ്മൾ ഈ സർക്കുലർ അപ്പർച്ചറിന്റെ കേസിൽ അങ്ങനത്തെ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലെവലിനൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആ കാൽക്കുലേഷൻസ്. അപ്പം അത് കാരണം നമുക്ക് എന്തായാലും അത് B.Sc സിലബസിൽ കവർ ചെയ്യാൻ പറ്റില്ല. സോ ജസ്റ്റ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് മാത്രം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഗിവൺ ബൈ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടുക. I ഈക്വൽ ടു I0 ഇൻറ്റു 2J1 ന്യൂ ബൈ ന്യൂ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിലെ J1 എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് ഇന്റൻസിറ്റി അറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. I0 എന്ന് പറയുന്നത് ആ സെന്ററിലുള്ള ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ സ്പോട്ട്. ഓക്കെ, ദെൻ J1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ ഫംഗ്ഷൻ കാൾഡ് ബെസൽ ഫംഗ്ഷൻ. ഫസ്റ്റ് ഓർഡർ ബെസൽ ഫംഗ്ഷൻ എന്നാണ് J1 ഓഫ് ന്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കാൾഡ് ഫസ്റ്റ് ഓർഡർ ബെസൽ ഫംഗ്ഷൻ. അതിന്റെ ശരിക്കുള്ള ഫോമും നമ്മൾ പഠിക്കുന്നില്ല, ബെസൽ ഫംഗ്ഷൻ ആണെന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഡിവൈഡഡ് ബൈ ന്യൂ വേർ ന്യൂ ഈക്വൽ ടു 2π ബൈ ലാംഡ a സൈൻ തീറ്റ. ഓക്കെ, വേർ ലാംഡ നമുക്കറിയാം വേവ് ലെങ്ത് ആണ്. എ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ അപ്പർച്ചർ. ആ സർക്കുലർ അപ്പർച്ചറിന്റെ റേഡിയസ് ആണ് എ. തീറ്റ ഇസ് ദ ആംഗിൾ ഓഫ് ഡൈഫ്രാക്ഷൻ. തീറ്റ എന്നത് ഡൈഫ്രാക്ഷൻ ആംഗിൾ. ഓക്കെ, അപ്പൊ നേരത്തെ കേസിൽ നമുക്ക് എന്തായിരുന്നു വെച്ചാൽ സിംഗിൾ സ്ലിറ്റ് ആവുമ്പോൾ സൈൻ ബീറ്റ ബൈ ബീറ്റ ആ ഒരു ഫോമിലായിരുന്നു. വേർ ബീറ്റ ഈക്വൽ ടു പൈ ബൈ ലാംഡ ബി സൈൻ തീറ്റ. ഓക്കെ, ആൾമോസ്റ്റ് സിമിലർ ഫോമിൽ തന്നെയാണ് ഇവിടെയും വരിക. ആൾമോസ്റ്റ് സിമിലർ സ്ട്രക്ചർ തന്നെയാണ്, നോക്കിയാൽ അറിയാം. മറ്റേത് സൈൻ ബീറ്റ ബൈ ബീറ്റ ഹോൾ സ്ക്വയർ ആയിരുന്നു. ഇവിടെ 2J1 ന്യൂ ബൈ ന്യൂ ഹോൾ സ്ക്വയർ ആയിട്ട് വരും.
ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബീറ്റ ഈക്വൽ പൈ ബൈ ലാംഡ ബി സൈൻ തീറ്റ ആയിരുന്നു. ഇവിടെ പൈ ബൈ ലാംഡ ഇൻറ്റു 2a സൈൻ തീറ്റ എന്ന് പറയും. വേർ 2a എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കുലർ അപ്പർച്ചർ. അപ്പോൾ 2a എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ അപ്പർച്ചർ ആയിരിക്കും. ഓക്കെ, ബേസിക്കലി വിഡ്ത്ത്. അപ്പോൾ ഏതാണ്ട് ബീറ്റയുടെ ഫോമിൽ തന്നെയാണ് ഇവിടെ ന്യൂ നമുക്ക് കിട്ടുക. ഓക്കെ, ചെറിയൊരു വേറെ നൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രം, ആൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ചെറിയ പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെയും നമ്മൾ നേരത്തെ അറിയാം സൈൻ ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ ഈക്വൾ 0 ആകുമ്പോൾ സൈൻ ബീറ്റ 0 ആയി. സൈൻ ബീറ്റ ബൈ ബീറ്റ എന്ന് പറയുന്നത് 1 ആയിരുന്നു. ഇവിടെയും ഈ ഫംഗ്ഷന്റെ വാല്യൂ, ബെസൽ ഫംഗ്ഷന്റെ വാല്യൂ ന്യൂ 0 ആകുമ്പോൾ 0 ആയിരിക്കും. പക്ഷേ J1 ന്യൂ ബൈ ന്യൂ 2 ഇൻറ്റു J1 ന്യൂ ബൈ ന്യൂ അതിൽ ലിമിറ്റ് ന്യൂ ടെൻസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ നേരത്തെ ഫംഗ്ഷൻ ചെയ്ത അതേ മെത്തേഡിൽ ഇവിടെയും 1 ആയിരിക്കും. അപ്പോൾ ഈ റിസൾട്ട് മാത്രം നമ്മൾ പഠിക്കുന്നു, നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കുന്നില്ല. കാരണം ഡെറിവേഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, അത്രയും ഡിഫിക്കൽട്ടാണ്. ഓക്കെ, നൗ ഓക്കെ, അപ്പോൾ അതിൻ്റെ നേച്ചർ മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബെസൽ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ ശരിക്കുള്ള ഫോമൊന്നും ഞാനിവിടെ എഴുതുന്നില്ല. പക്ഷെ അതിൻ്റെ ആ ഒരു നേച്ചർ മാത്രം ഞാനിവിടെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്ലോട്ട് എന്ന് പറയുന്നത്, ലെഫ്റ്റിലുള്ള പ്ലോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലോട്ട് ഓഫ് ബെസൽ ഫംഗ്ഷൻ J1 ന്യൂ, ഫസ്റ്റ് ഓർഡർ ബെസൽ ഫംഗ്ഷന്റെ പ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ആൾമോസ്റ്റ് ലൈക്ക് എ സൈനസോയിഡൽ, ഒരു സൈനസോയിഡൽ ഫോം മാതിരി ഉണ്ട്. എ ഡാംപ്ഡ് സൈനസോയിഡൽ വേവ് ഫോം. ഡാംപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ ഒരു സൈൻ വേവ് എടുത്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഈ ബെസൽ ഫംഗ്ഷനും പോകുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്. ഒരു സൈൻ വേവ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 0 എവിടെയാണ് വരിക ചോദിച്ചു കഴിഞ്ഞാൽ പൈയിലാണ് വരിക. ഓക്കെ, അതായത് ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ പൈയിൽ വരും, അതായത് 3.14. ഇപ്പോൾ ഇവിടെ 3.14 കിട്ടിയിരിക്കുന്നത്, 3.832 കിട്ടിയിരിക്കുന്നത്, കുറച്ചും കൂടി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എക്സാക്ട്ലി സൈൻ വേവ് അല്ല, ഡാംപ്ഡ് സൈൻ വേവ് അല്ല, ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ രണ്ടാമത്തെ 0 വരുന്നത് ഇവിടെയാണ്. ബേസിക്കലി നമ്മുടെ സൈൻ വേവ് ആണെന്നുണ്ടെങ്കിൽ 2πയിൽ കിട്ടും, അതായത് 3.14ന്റെ ഡബിൾ 6.28 കിട്ടണം. ഇവിടെ 6.28 അല്ല, 7.016 കിട്ടും. ഓക്കെ, അടുത്ത 0 എന്ന് പറയുന്നത് ഈ പോയിന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10.174, ആ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, അത് ബെസൽ ഫംഗ്ഷൻ. ഇനി മൊത്തം ഫംഗ്ഷൻ നമുക്ക് നോക്കാം, അതായത് 2J1 ന്യൂ ബൈ ന്യൂ ഹോൾ സ്ക്വയർ, ഇന്റൻസിറ്റി പാറ്റേണിന്റെ ഫോം. സോ ബേസിക്കലി ഇതായിരിക്കും ഇന്റൻസിറ്റി പാറ്റേൺ. ഓക്കെ, അപ്പോൾ സെൻട്രൽ മാക്സിമം 1 ആയിരിക്കും. ഞാൻ പറഞ്ഞു ലിമിറ്റ് ന്യൂ ടെൻസ് ടു 0, 2J1 ന്യൂ ബൈ ന്യൂ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 നിന്ന് ഇന്റൻസിറ്റി കുറഞ്ഞു വന്നു. 0 ആവുന്ന എവിടെയാ? ഈ ഫസ്റ്റ് പൊസിഷനിൽ. J1 ന്യൂവിന്റെ 0th പൊസിഷനിൽ തന്നെയായിരിക്കും ഇവിടെ, അതായത് 3.832. സോ പൈയിലല്ല കിട്ടുന്നത്, പൈനൊക്കെ കുറച്ചും കൂടി കൂടുതലാണ്. ദെൻ അടുത്ത മിനിമം കിട്ടുന്നത് 7.016. ദെൻ തേർഡ് മിനിമം എന്ന് പറയുന്നത് 10.174 അങ്ങനെ പോകും. ഓക്കെ, ഇനി ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതേപോലെ പോകും. അപ്പോൾ നേരത്തെ കിട്ടിയ പാറ്റേണിന്റെ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ കിട്ടും. ഓക്കെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ അത് ലീനിയർ ആയിരിക്കില്ല, ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും. സെന്ററിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ പോയാലും ഇങ്ങനെ തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് എയറി പാറ്റേൺ, സർക്കുലർ ഷേപ്പിലുള്ള പാറ്റേൺസ് ആണ് നമുക്ക് കിട്ടുക. ബ്രൈറ്റും ഡാർക്കും റിങ്സ് ആണ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡൈഫ്രാക്ഷൻ ഡ്യൂ ടു എ സർക്കുലർ അപ്പർച്ചർ. ഓക്കെ, പാറ്റേൺ മനസ്സിലായി. നൗ നമ്മൾ മിനിമം പൊസിഷൻസ് പറഞ്ഞു, മാക്സിമം നമ്മൾ വി ആർ നോട്ട് ജസ്റ്റ് ബോതേഡ്, നമ്മൾ മാക്സിമം നമ്മൾ നോക്കുന്നില്ല. സോ ബേസിക്കലി മിനിമം മാത്രം, അതായത് ഡാർക്ക് റിങ്സ് ഓഫ് എയറി പാറ്റേൺ. സർക്കുലർ ആണ്, റിങ്സ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഡാർക്ക് റിങ്സ് ഓഫ് എയറി പാറ്റേൺ എന്ന് പറയുന്നത് ഇവിടെ ന്യൂ ഈക്വൽ ടു 2π/λ a sin θ നമ്മൾ പറഞ്ഞു. നമ്മുടെ ബീറ്റയുടെ അതിന് സിമിലർ ആയിട്ടുള്ള ടേം ആണ് ഇവിടെ ന്യൂ.
nu equal to 2 pi by lambda a sin theta. അത് ഏതൊക്കെ പൊസിഷനിലായിരിക്കണം? ഒന്നുകിലോ 3.832 അല്ലെങ്കിൽ 7.016 അല്ലെങ്കിൽ 10.174. ഇതൊക്കെയും ഡാർക്കിന്റെ കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ മിനിമയുടെ കണ്ടീഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ അവിടെ ഡാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ആ പൊസിഷൻസിലൊക്കെ നമുക്ക് ഡാർക്ക് റിങ്സ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് തീറ്റയുടെ ടേമിൽ എഴുതാം. ഇപ്പം ഞാൻ ന്യൂവിൻ്റെ ടേമിൽ എഴുതിയത് അല്ലെങ്കിൽ തീറ്റയുടെ ടേമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സൈൻ തീറ്റ ഈക്വൽ ടു 3.832 ഇൻറ്റു ലാംഡ ബൈ 2 പൈ എ വരും. അത് ഫസ്റ്റ് ഡാർക്ക്. ഇത് ഫസ്റ്റ് ഡാർക്കിൻ്റെ സൈൻ തീറ്റ. ഇത് സെക്കൻഡ് ഡാർക്ക്, അങ്ങനെ അങ്ങനെ പോകും. ഇത് സെക്കൻഡ് ഡാർക്ക് ആൻഡ് ഗോസ് ഓൺ. ഓക്കെ, ദെൻ തീറ്റ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? വെറുതെ തീറ്റ എന്ന് എഴുതിയാൽ മതി. സോ ആംഗുലർ പൊസിഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കിട്ടും 3.832 ലാംഡ ഡിവൈഡഡ് ബൈ 2 പൈ എ. അതായിരിക്കും ആംഗുലർ പൊസിഷൻ, ഡാർക്കിന്റെ ആംഗുലർ പൊസിഷൻ കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പാറ്റേൺ. നൗ ഓക്കെ, ഞാൻ ഡാർക്ക് റിങ്സ്, എയറി പാറ്റേണിന്റെ ഡാർക്ക് റിങ്സിന്റെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. സൈൻ തീറ്റയുടെ വാല്യൂസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, അവിടെ നോക്കുക. അപ്പോൾ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഒരു സർക്കുലർ അപ്പർച്ചർ ഓഫ് ഡയമീറ്റർ ഡി. ഞാൻ ആ സർക്കുലർ അപ്പർച്ചറിന്റെ നേരത്തെ ഞാൻ പറഞ്ഞു റേഡിയസ് സ്മോൾ ഇ ആയിട്ടാണ് എടുത്തത്. ഞാൻ അതിനെ ഡയമീറ്ററിനെ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഓക്കെ, ആ സർക്കുലർ അപ്പർച്ചറിൽ വന്നിട്ട് ലൈറ്റ് ബീംസ് ഇൻസിഡന്റ് ചെയ്യും. ഇൻസിഡന്റ് ചെയ്തിട്ട് ഒരു ഡിഫ്രാക്ഷൻ ആംഗിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ആംഗിൾ ഉണ്ടായിട്ട് അവിടെ നമുക്ക് റിങ്സ് കിട്ടും സ്ക്രീനിൽ. ആ സ്ക്രീന് വെച്ചിരിക്കുന്നത് ഈ ലെൻസിന്റെ ഫോക്കൽ പോയിന്റിലാണ് വെച്ചിട്ടുണ്ടാവുക, ഫോക്കൽ പ്ലെയിനിലായിട്ടും വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണെങ്കിൽ എഫ് ഡിസ്റ്റൻസിലാവും വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി അതിൽ ഐ എം ജസ്റ്റ് ബോതേർഡ് അബൌട്ട് ദ ഫസ്റ്റ് ഡാർക്ക് റിങ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റൻസിറ്റി തിയററ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഈ സ്ക്രീനിലുള്ള ടോട്ടൽ ഇന്റൻസിറ്റിയുടെ 84%, 84% ഓഫ് എനർജി ഈസ് കണ്ടെയ്ൻഡ് വിത്തിൻ ദ ഫസ്റ്റ് ഡാർക്ക് റിങ്. സോ ആൾമോസ്റ്റ് എല്ലാ ലൈറ്റും ഈ ഫസ്റ്റ് ഡാർക്ക് റിങ്ങിന്റെ ഉള്ളിലായിരിക്കും ഇന്റൻസിറ്റി ഉണ്ടാവുക. ഓക്കെ, ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇന്റൻസിറ്റി വളരെ കുറവായിരിക്കും. ചിലപ്പോൾ നമ്മളത് നേക്കഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒബ്സർവ് ചെയ്തു എന്ന് തന്നെ വരില്ല. ആ ഒരു വേരിയേഷൻ ചിലപ്പോൾ നമ്മൾ നോക്കിയാൽ പെട്ടെന്ന് കാണില്ല. ഓക്കെ, അത്രയും സ്മോൾ ആയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഡൈഫ്രാക്ഷൻ ഒബ്സർവ് ചെയ്യാതെ പോകുന്നത്. ഡൈഫ്രാക്ഷൻ പാറ്റേൺ പലപ്പോഴും ഒബ്സർവ് ചെയ്യാറില്ല. ഇന്റർഫറൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് യൂണിഫോം ഇന്റൻസിറ്റി ആയിരിക്കും. ഓക്കെ, ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഇന്റൻസിറ്റി സെയിം ആകുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഡൈഫ്രാക്ഷൻ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാറില്ല. ഓക്കെ, ആൻഡ് സോ അപ്പം നമ്മൾ പറയും ഫസ്റ്റ് ഡാർക്ക് റിങ്ങിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഈക്വൽ ടു 3.832 ലാംഡ ഡിവൈഡഡ് ബൈ 2 പൈ എ ആണെന്ന് പറഞ്ഞു. ഞാനിവിടെ പൈ എഴുതി, 2 എ ഇവിടെ എഴുതി. ഓക്കെ, സോ 3.832 ഡിവൈഡഡ് ബൈ 3.14 അത് 1.22 ആയിരിക്കും. സോ ഇതിന് എനിക്ക് എഴുതാം 1.22 ലാംഡ ഡിവൈഡഡ് ബൈ 2a എന്ന് എഴുതാം. where a is the radius of the circular aperture, ആ ചെറിയ ഓപ്പണിങ്ങിന്റെ റേഡിയസ്. അല്ലെങ്കിൽ 2 ടൈംസ് റേഡിയസ് എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദ സർക്കുലർ അപ്പർച്ചർ ക്യാപിറ്റൽ ഡി. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും 1.22 ലാംഡ ഡിവൈഡഡ് ബൈ ഡി. അപ്പൊ സ്മോൾ തീറ്റ സ്മോൾ ആണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. സോ തീറ്റ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.22 ലാംഡ ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ ഒരു തീറ്റയുടെ ഉള്ളിലായിരിക്കും, ഏത് ഡയറക്ഷനിൽ ഈ ഒരു തീറ്റ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലായിരിക്കും മാക്സിമം ലൈറ്റ്. ലൈറ്റിന്റെ 84%ഉം ഈ ഒരു ആംഗിളിന്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറയും ദ ആംഗുലർ സ്പ്രെഡ് ഡെൽറ്റ തീറ്റ ഈക്വൽ ടു 1.22 ലാംഡ ബൈ ഡി എന്ന് പറയും. ബിക്കോസ് ആൾമോസ്റ്റ് നമ്മുടെ എല്ലാ ലൈറ്റും ഇതിന്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, സോ ഡൈഫ്രാക്ഷൻ സ്പ്രെഡ് എന്ന് പറയുന്നത്, ആംഗുലർ സ്പ്രെഡ് എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ഈക്വൽ ടു 1.22 ലാംഡ ബൈ
D ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് സ്ക്രീന് ഓക്കെ, അപ്പോൾ സ്ക്രീനിലെ ഫസ്റ്റ് ഡാർക്ക് റിങ്ങിന്റെ റേഡിയസ് എത്രയായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ, സ്ക്രീന് കുറച്ചും കൂടി ദൂരത്താണ്, വേറെ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ റിങ്സ് കുറച്ചും കൂടി വലുതായി കിട്ടും. ഓക്കെ, സോ ബേസിക്കലി ഓക്കെ ഫൈൻ. അപ്പോൾ റേഡിയസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഫിഗർ നോക്കിയാൽ അറിയാം. ഇഫ് യു ആർ കൺസ്ട്രക്ടിങ് എ ട്രയാങ്കിൾ അല്ല, ഞാനൊരു ഡെൽറ്റ തീറ്റ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡാർക്ക് റിങ്ങിന്റെ ആംഗിൾ ആണത്, ആംഗുലർ സ്പ്രെഡ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡെൽറ്റ തീറ്റ ഈക്വൽ ടു 1.22 ലാംഡ ബൈ ഡി. തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, അപ്പൊ ഇത് ആർക്ക് ലെങ്ത്, അപ്പൊ ഈ ഡിസ്റ്റൻസ് അതായിരിക്കും അവിടുത്തെ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് പറയുന്നത് ഈ സ്ലിറ്റ് നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം. ക്യാപിറ്റൽ സ്ലിറ്റ് നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് തന്നെയായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ റേഡിയസ് ഓഫ് ദ എയറി പാറ്റേണിന്റെ ഫസ്റ്റ് ഡാർക്ക് റിങ്ങിന്റെ റേഡിയസ് കിട്ടണമെങ്കിൽ തീറ്റ ഇൻറ്റു എഫ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ ഇൻറ്റു എഫ് ചെയ്താൽ മതി. സോ ബേസിക്കലി റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഡാർക്ക് റിംഗ് വിൽ ബി 1.22 ലാംഡ എഫ് ബൈ ഡി. ഒരു എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല. ഈ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പം നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. ഫസ്റ്റ് ഡാർക്ക് റിങ്ങിന്റെ റേഡിയസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Now we'll go to the next slide. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ആപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്ഷനാലിറ്റി ഓഫ് സൗണ്ട് വേവ്. ഇപ്പോൾ സൗണ്ട് വേവിലും ഇതേ സംഭവങ്ങളൊക്കെ വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സർക്കുലർ അപ്പർച്ചർ കൊണ്ട് ഉണ്ടാവുന്ന ആംഗുലർ സ്പ്രെഡ് എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ഈക്വൽ ടു 1.22 ലാംഡ ബൈ ഡി ആണ്. വേർ ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ആണെങ്കിൽ സൗണ്ട്, ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ്. ഓക്കെ, അത് ഫിക്സഡ് ആണെന്ന് വിചാരിക്കുക ഫോർ എ പെർട്ടിക്കുലർ വേവ് ലെങ്ത്. ഡി കൂടിക്കഴിഞ്ഞാൽ ആംഗുലർ സ്പ്രെഡ് എന്ത് സംഭവിക്കും? ഡി കൂടിക്കഴിഞ്ഞാൽ ആംഗുലർ സ്പ്രെഡ് കുറയും. അതായത് ഡൈവർജൻസ് ഉണ്ടായിരിക്കില്ല, എ സിംഗിൾ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് സാധാരണ ആൾക്കാർ എന്താ വിചാരിക്കുക വെച്ചാൽ, ഒരു സ്പീക്കറിന്റെ ഡയമീറ്റർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കൂടുതൽ ഡയറക്ഷനാലിറ്റി കിട്ടുന്നതാണ് വിചാരിക്കുക. പക്ഷെ നേരെ തിരിച്ചാണ്, ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഡയറക്ഷനാലിറ്റി കൂടുക. ഓക്കെ, ഇപ്പൊ ലൗഡ് സ്പീക്കറിന് സ്മോൾ അപ്പർച്ചറുള്ള ലൗഡ് സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ ഡൈവർജൻസ് കൂടും ആൻഡ് ലെസ് എനർജി റീച്ചസ് ദ ഒബ്സർവർ. ഒരാളുടെ അടുത്തേക്ക് കുറച്ച് എനർജിയെ വരുള്ളൂ. നേരെ മറിച്ച് ഒരു ലാർജ് ഡയമീറ്റർ ഉള്ള ലൗഡ് സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കൂടുതൽ ഡയറക്ഷനാലിറ്റി കിട്ടും. അപ്പൊ ഈ ഫോർമുല ആകെ നോക്കിയാൽ മതി. ആംഗുലർ സ്പ്രെഡ് ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ഓഫ് ദ അപ്പർച്ചർ. ഓക്കെ, അപ്പോൾ അപ്പർച്ചർ കൂടുന്തോറും എന്താ പറയുക, ആംഗുലർ സ്പ്രെഡ് കുറയുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഡയറക്ഷനാലിറ്റി കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ. നൗ another one is in the case of telescope, resolution of a telescope. ബേസിക്കലി നമ്മൾ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മേ ബി സ്റ്റാർസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടെലസ്കോപ്പ് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ടെലസ്കോപ്പിന്റെ കേസിലും ടെലസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റീവ് ഈസ് ദ ടെലസ്കോപ്പ്. അതും ദാറ്റ് വിൽ ആക്ട് ആസ് എ സർക്കുലർ അപ്പർച്ചർ. ഓക്കെ, ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഓപ്പണിംഗ് ആണ് അവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൾസോ എ സർക്കുലർ അപ്പർച്ചർ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഡിഫ്രാക്ഷൻ എഫക്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസ്റ്റന്റിലിരിക്കുന്ന രണ്ട് നിയർ ബൈ സ്റ്റാർ അല്ലെങ്കിൽ രണ്ട് നിയർ ബൈ പോയിന്റ്സ്. ഓക്കെ, അപ്പൊ അതിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ് നോക്കുന്നത്. സോ ബേസിക്കലി ആ ലെൻസിന്റെ ആ ടെലസ്കോപ്പിന്റെ ഒക്കെ കേസിലല്ലേ, ആ ഒബ്ജക്റ്റീവിന്റെ അവിടെ തന്നെ നമുക്കൊരു ലെൻസ് ഉണ്ടായിരിക്കും.
അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ തന്നെയായിരിക്കും അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഒരു ടെലസ്കോപ്പിൻ്റെ ഉണ്ടാവുന്ന ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇമേജിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ദർ ആർ 2 പോയിന്റ്സ് അല്ലെങ്കിൽ 2 സ്റ്റാർസ്, വെരി നിയർ ബൈ സ്റ്റാർസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബേസിക്കലി ഒരു സർക്കുലർ അപ്പർച്ചറാണ്. അപ്പോൾ ഓരോ സ്റ്റാർ കൊണ്ടും അല്ലെങ്കിൽ ഓരോ പോയിന്റ് കൊണ്ടും ഡിഫറെൻറ്റ് ഡൈഫ്രാക്ഷൻ പാറ്റേൺസ് അല്ലെങ്കിൽ എയറി പാറ്റേൺസ് ആണ് നമുക്ക് സ്ക്രീനിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ 2 എയറി പാറ്റേൺസ് വരച്ചിട്ടുണ്ട്. രണ്ടും വെൽ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ക്ലിയർലി നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ആ 2 പോയിന്റിനെ അല്ലെങ്കിൽ 2 സ്റ്റാറിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്കറിയാം എയറി പാറ്റേൺസിൻ്റെ റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഡാർക്ക് റിംഗ് that is given by 1.22 lambda f by d. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ഇതായിരിക്കും റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഡാർക്ക് റിംഗ്. ഫസ്റ്റ് ഡാർക്ക് റിംഗിൻ്റെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത്. നൗ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസൊല്യൂഷൻ? ഈ 2 പോയിന്റ് ഇപ്പോൾ ചില സമയത്ത് എന്ത് സംഭവിക്കുക വെച്ചാൽ രണ്ടിനും ഇൻറ്റൻസിറ്റി ഡൈഫ്രാക്ഷൻ പാറ്റേൺസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഡൈഫ്രാക്ഷൻ പാറ്റേൺസിൻ്റെ ഫോമൊക്കെ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി ഈ 2 പോയിന്റുകൾ അടുത്തടുത്താണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് ഡിഫറെൻറ്റ് പ്ലോട്ട്സ്, ഞാനൊരു 3 പ്ലോട്ട് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് പ്ലോട്ടിൽ ഈ ഡോട്ടഡ് ലൈൻസ് ആണ് ഇൻഡിവിജ്വൽ പോയിന്റ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റാർസ്, ഇൻഡിവിജ്വൽ പോയിന്റ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. 2 പോയിന്റ് കൺസിഡർ ചെയ്തു, 1ഉം 2ഉം. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് കൊണ്ട് ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവും, രണ്ടാമത്തെ പോയിന്റ് കൊണ്ട് രണ്ടാമത്തെ ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാവും. ഓക്കെ, രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റ് ആണ് ഞാൻ എന്താ പറയുക കണ്ടിന്യൂസ് ലൈനായിട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ദീസ് 2 പോയിന്റ്സ് ആർ നോട്ട് റിസോൾവ്ഡ്. ഓക്കെ, ആ 2 പോയിന്റ് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കാരണം ആ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ വി കനോട്ട് ഡിസ്റ്റിങ്വിഷ് ദീസ് 2 സ്റ്റാർസ് അല്ലെങ്കിൽ ദീസ് 2 പോയിന്റ്സ്. ആ 2 പോയിന്റ്സ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നേരെ മറിച്ചിട്ട് ഇവിടുന്ന് ആ റൈറ്റ് കോർണറിൽ ഏറ്റവും ടോപ്പിലുള്ള ഇമേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 പോയിന്റ്സ് വിച്ച് ആർ വെൽ റിസോൾവ്ഡ്. അതിൻ്റെ രണ്ടിൻ്റെയും ഞാൻ ഡൈഫ്രാക്ഷൻ പാറ്റേൺ വരച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാറ്റേൺസും ആൾമോസ്റ്റ് സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, സോ യു ക്യാൻ ക്ലിയർലി ഡിസ്റ്റിങ്വിഷ് ദീസ് 2 പോയിന്റ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസിൽ ഞാൻ വരച്ചിരിക്കുന്ന ഫിഗർ ഒന്ന് കുറച്ചും കൂടി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും 2 ഡൈഫ്രാക്ഷൻ പാറ്റേണാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഫസ്റ്റ് പോയിന്റ് കൊണ്ടുണ്ടാവുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ മാക്സിമയും സെക്കൻഡ് പോയിന്റ് കൊണ്ടുണ്ടാവുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേൺ എയറി പാറ്റേൺ അതിൻ്റെ മിനിമയും കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ സെക്കൻഡിൻ്റെ മിനിമയിലാണ് ഫസ്റ്റിൻ്റെ മാക്സിമം വന്നിരിക്കുന്നത്. ഫസ്റ്റ് മിനിമം സെക്കൻഡിൻ്റെ ഫസ്റ്റ് മിനിമയിലാണ് ഫസ്റ്റിൻ്റെ സെൻട്രൽ മാക്സിമം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ദേ ആർ ജസ്റ്റ് റിസോൾവ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസൊല്യൂഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റിനെ അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റിനെ 2 ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ വെൽ റിസോൾവ് ആയിട്ട് നമുക്ക് ഒരു ടെലസ്കോപ്പ് വെച്ച് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the angular separation of these 2 objects, ആ 2 ഒബ്ജക്ട്സും ഈ ടെലസ്കോപ്പും നോക്കുമ്പോൾ ചെറിയൊരു ആംഗിളിലായിരിക്കും കിടക്കുക 2 പോയിന്റും. ഓക്കെ, ദാറ്റ് ആംഗുലർ സെപ്പറേഷൻ ഷുഡ് ബി 1.22 മിനിമം, ഷുഡ് ബി മിനിമം 1.22 ലാംഡ ബൈ ഡി ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ 2 എണ്ണത്തിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ സ്പോട്ട് ഓഫ് ദ 1 പാറ്റേൺ വിൽ ബി ഓൺ ദ ഫസ്റ്റ് മിനിമം ഓഫ് ദ സെക്കൻഡ് പാറ്റേൺ. ഓക്കെ, എങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം അത്രയെങ്കിലും വേണം. മിനിമം അത്രയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 2 പോയിന്റിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. ദിസ് ക്രൈറ്റീരിയ ഈസ് നോൺ ആസ് റാലെ ക്രൈറ്റീരിയ
for limit of resolution. Okay. ഇപ്പോൾ ടെലസ്കോപ്പിൽ നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് ചെറിയൊരു ആംഗുലർ സെപ്പറേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മിനിമം ആംഗുലർ സെപ്പറേഷൻ ഷുഡ് ബി 1.22 ലാംഡ ബൈ ഡി സോ ദാറ്റ് ദീസ് ടു പോയിന്റ്സ് ആർ റിസോൾവ്ഡ്. ഓക്കെ, അതായത് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ ടെലസ്കോപ്പിൻ്റെ കേസിൽ തന്നെ സോ ഡി എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റീവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഡയമീറ്റർ ആണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡി കൂടുന്നതിനനുസരിച്ച് ഈ ആംഗുലർ സെപ്പറേഷൻ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ കൂട്ടണമെങ്കിൽ, ടെലസ്കോപ്പിൻ്റെ റെസൊല്യൂഷൻ കൂട്ടണമെങ്കിൽ ഒരു വലിയ അപ്പർച്ചറുള്ള ടെലസ്കോപ്പ് വേണം, അപ്പോൾ വലിയ ലെൻസ് വേണം. സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ വലിയ ലെൻസുള്ള വലിയ അപ്പർച്ചറുള്ള എത്ര വലിയ അപ്പർച്ചറുള്ള ടെലസ്കോപ്പാണോ അത്രയും റെസൊല്യൂഷൻ ടെലസ്കോപ്പിന് കൂടും. സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ. ഓക്കെ ഫൈൻ. ഇനി നമുക്കത് വേണമെങ്കിൽ ന്യൂമറിക്കലി പറഞ്ഞെന്ന് മാത്രം. സോ നമുക്ക് പറയും റിസോൾവിങ് പവർ ഓഫ് എ ടെലസ്കോപ്പ്. നമ്മൾ നേരത്തെ റേലേ ക്രൈറ്റീരിയ പറഞ്ഞു. റേലേ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ മിനിമം ആംഗുലർ സെപ്പറേഷൻ 1.22 ലാംഡ ബൈ ഡി ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് രണ്ടില് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ മിനിമം ആംഗിൾ ഡെൽറ്റ തീറ്റ. ഓക്കെ, സോ മിനിമം ആംഗിൾ ഡെൽറ്റ തീറ്റ ഈസ് ഈക്വൽ ടു 1.22 ലാംഡ ബൈ ഡി. അതിനേക്കാൾ കൂടുതലായാൽ മാത്രമേ നമുക്ക് പോയിന്റ് രണ്ടിനെയും കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മിനിമം ആംഗിളിന്റെ ഇൻവേഴ്സ് ആണ്, അതിനെ നമ്മൾ വിളിക്കും റിസോൾവിംഗ് പവർ എന്ന്. സോ റിസോൾവിംഗ് പവർ ഓഫ് എ ടെലസ്കോപ്പ് ഈസ് ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ തീറ്റ, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ 1.22 ലാംഡ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് റിസോൾവിംഗ് പവർ കൂടുക വെച്ചാൽ ഡി കൂടുതലാണെങ്കിൽ റിസോൾവിംഗ് പവർ കൂടുതലായിരിക്കും. ബിക്കോസ് ലാംഡ അധികം വേരി ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ വിസിബിൾ റീജിയൻ ആണ് ഏകദേശം നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ലാംഡയ്ക്ക് നമുക്ക് വലിയ വേരിയേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഓൺലി ദ തിങ് ഈസ് ദാറ്റ് യു ക്യാൻ വേരി ക്യാപിറ്റൽ ഡി, ഡയമീറ്റർ ഓഫ് ദ അപ്പർച്ചർ. നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസോൾവിംഗ് പവർ കൂട്ടാൻ പറ്റും. ഓക്കെ, ഫൈൻ. So in this class, in today's class, we discussed about circular aperture. അതിൻ്റെ കംപ്ലീറ്റ് ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ടു കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ റിസൾട്ട് മാത്രം പഠിച്ചു. അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ നോക്കി, 1-2 ആപ്ലിക്കേഷൻസ് നോക്കി. ഓക്കെ ഫൈൻ. So we will see in the next class. Thank you.